How dare you come in front of me? ഭയന്ന് വിളിക്കുന്നവൻ നിങ്ങളുടെ ജോലിക്ക് കൊള്ളില്ലല്ലോ. നമക് ഹറാം എഹ്സാൻ ഫറാമോഷ്. I will kill you. അതിനു മുൻപ് ഞാൻ പറയുന്ന ഒന്ന് കേൾക്കണം. നിങ്ങൾക്ക് വേണ്ടിയാണ് ഈ തോക്കിൽ നിന്ന് ഞാൻ ആദ്യമായി നിറയൊഴിച്ചത്. ആ പാപത്തിന്റെ ശമ്പളമേ ഞാൻ പറ്റിയിട്ടുള്ളൂ. എന്നാലും സാബിനോട് എനിക്ക് കൂറുണ്ട്, ബഹുമാനമുണ്ട്. പക്ഷെ അതിനു മുൻപ് പട്ടിണി കിടന്ന് ഈ നഗരത്തിൽ അലഞ്ഞ് എന്നെ സഹായിച്ച ആ പാവം മനുഷ്യനെ മറക്കാനൊക്കോ? കാര്യമില്ലാതെ അയാളെ ഉപദ്രവിക്കുന്നത് എനിക്ക് കണ്ടു നിൽക്കാൻ പറ്റുമോ? അതല്ലേ സാബ് നന്ദികേട്? ഉപകാരം ചെയ്ത ഒരാളെ രക്ഷിച്ചത് കുറ്റമാണെങ്കിൽ സാബിനെ എന്നെ ശിക്ഷിക്കാം. ഇതിൽ നിറയുണ്ട്. देवन, मैं उन लोगों को कभी माफ नहीं कर सकता जो मेरे इकलौते बेटे को वर्गला रहे हैं. ഒരേ കുറ്റം ചെയ്തവരിൽ സ്വന്തം മകനെ മാത്രം മാറ്റി നിർത്തി ആ പാവം പെൺകുട്ടിയെ ഉപദ്രവിക്കാൻ ആളെ വിട്ടത് ശരിയാണോ സാബ്? देवन, मैं तो सिर्फ इतना चाहता हूं कि आज के बाद वो लड़की मेरे बेटे से ना मिले और ये नाटक यहीं खत्म होना चाहिए. और जिस आदमी ने तुम्हारी मदद की थी, ये रुपए ले जाकर उसे दे दो. और अगर और चाहिए तो मुझे आकर कह देना. കരീം സാഹിബേ, ഈ പണം നിങ്ങൾ എങ്ങനെ ഉണ്ടാക്കിയെന്നും അതുണ്ടാക്കാൻ എത്ര പേര് ചോരയും നീരും ഒടുക്കിയിട്ടുണ്ടെന്നും എനിക്കറിയാം. എന്നെ ആധാരിക്കാനാണ് നീ ഇവിടേക്ക് വന്നത്? അല്ല, നിങ്ങൾ ആളയച്ച് ഭരിച്ചാണ്. തളച്ചൂറിയ ചായച്ചണ്ടീന് ജയിലിക്ക് ബലയില്ലാത്തവനാണ് ഞമ്മളെങ്കിലും ഈ പണം എനിക്ക് വേണ്ട. ഇന്നോട്ട് വലിച്ചെറിഞ്ഞ മനുഷ്യൻ കയ്യിലൊരു ഓട്ടമുക്കാല് പോലും ഇല്ലാതെ ജീവിച്ചൊരു കാലം ഉണ്ടായിരുന്നു. അത് ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? തിന്ന ചോറിന് കായ് കൊടുക്കാനില്ലാണ്ട് പീഡിയക്കാരൻ പിടിച്ചു കെട്ടിയിട്ട് തച്ചപ്പോ അന്ന് ആ കായ് കൊടുത്ത് രക്ഷിച്ചൊരു കാക്കനെ ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ഏതോ ഒരു ഗുണ്ടയുടെ കുത്തുകൊണ്ട് മരിക്കാൻ കിടന്നപ്പോ ചോര എന്ന് രക്ഷിച്ച എന്റെ പെണ്ണുങ്ങളെ ബിയാത്തൂന് ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ഉണ്ടാവില്ല. 10-30 കൊല്ലം മുമ്പ് എന്റെ പെണ്ണുങ്ങൾ വെച്ച് വിളമ്പി തന്ന കഞ്ഞിയും ചോറും മറന്നാലും ഓള് പഠിപ്പിച്ചെന്ന മലയാളങ്ങൾ താക്കുന്ന മുമ്പ് പൂരാ കുഞ്ഞാലി. ആ കുഞ്ഞാലി തന്നെയാണ് ഞാൻ. അന്ന് ലേളക്കാലത്ത് നിങ്ങൾ അന്വേഷിച്ചു വന്ന പോലീസുകാര് രാത്രിയും പകലും ഞമ്മളെ ബേറ്റും ചെയ്ത് ചോദിച്ചപ്പോ നിന്റെ ദാവമെന്നൊരു വാക്ക് വീണിരുന്നെങ്കിൽ ഇമ്മച്ചമാടി ഞങ്ങൾക്ക് ഉണ്ടാക്കാൻ കഴിയില്ലായിരുന്നു. നിങ്ങളിപ്പം ഭരിച്ചറിഞ്ഞ എന്റെ 100 ഇരട്ടി എനിക്ക് ഉണ്ടാക്കാൻ കഴിയായിരുന്നു. കയ്യിന്ന് സഹായം ചെയ്തിട്ടേ ഉള്ളൂ. അയ്യ എന്നെ എന്റെ മോളെ നാട് കടത്തണം നിങ്ങൾക്ക്. എന്താണ് ഞങ്ങൾ എങ്ങനെതിരായി ചെയ്തിട്ടുള്ള തെറ്റ് പറയ്. പകയും പകവീട്ടിലും കൊണ്ട് കറുത്ത് മരവിച്ച കരുവിന് സ്നേഹത്തിനും ബന്ധത്തിനും വിലയുണ്ടാവില്ല. കൊല്ലും കൊലയും നടത്തി ഇത്രയൊക്കെ സമ്പാദിച്ചിട്ടും സായുവിന്റെ മനസ്സ് നിറഞ്ഞില്ലേ? ഇനി എന്റെ മോളെ മയ്യത്ത് കണ്ടാലേ നിങ്ങളെ മനസ്സ് നിറയെങ്കിൽ കൊല്ലണം തോന്നുമ്പോ ആളായിട്ടോ ഓളെയും കൂട്ടി ഞാനിങ്ങോട്ട് വരാം. ഒന്നോ എന്റെ ഒരു പഴയ ചങ്ങായിന്റെ പൂതിയല്ലേ, നടക്കട്ടെ.